കാക്കുവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചു നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഒരു പുതിയ വീഡിയോ സെഷൻസുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത്. സോ ഇത്തവണ നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് PSCയുടെ പ്രിലിമിനറി എക്സാമുമായി ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസ് ആണ്. സോ കംപ്ലീറ്റ് സിലബസും കവർ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഇനി വരാൻ സാധ്യതയുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, SI പോലുള്ള എക്സാമുകൾക്ക് ഈ പറയുന്ന വീഡിയോകൾ നിങ്ങൾ തീർച്ചയായും സഹായിക്കും. ഒരു ടോപ്പിക് പോലും മിസ് ചെയ്യാതെ കംപ്ലീറ്റ് സിലബസും കവർ ചെയ്യുന്ന രീതിയിൽ, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും വീഡിയോസ് ഉണ്ടാവുക. നമുക്ക് പഠിക്കാനായി 4 സബ്സെഷനുകളാണുള്ളത്. ഈ 4 സബ്സെഷനുകളും ഓരോ പ്ലേലിസ്റ്റുകളായി നമ്മൾ സേവ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കണ്ടു പഠിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ചാനൽ ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു 6 മാസം കൊണ്ട് ഈ പറയുന്ന പ്രിലിംസിന്റെ കംപ്ലീറ്റ് ടോപ്പിക്കും നമ്മുടെ ഈ വീഡിയോ സെഷൻസിൽ നമ്മൾ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിലിംസിന് തയ്യാറെടുക്കുന്ന കുട്ടികൾ, ഇനി വരാൻ ഈ കൊല്ലം പാസ്സായ ഒട്ടേറെ കുട്ടികൾ പ്രിലിംസ് തയ്യാറെടുക്കാൻ പോകുന്നവരുണ്ട്. മാത്രമല്ല തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരുമുണ്ട്. കൊണ്ടിരിക്കുന്നവർക്ക് ഇതൊരു പുതുമയുള്ള കാര്യമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാൽ പോലും ഈ സിലബസ് ഡിസ്കസ് ചെയ്തതിനു ശേഷം മാത്രമാണ് അതിൽ എന്തൊക്കെ കൈകാര്യം ചെയ്യാൻ പോകുന്നുള്ളൂ എന്ന കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ആദ്യം നമ്മൾ സിലബസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കാൽക്കു ഇനി വരുന്ന 6 മാസങ്ങളിലെ വീഡിയോ സെഷനുകൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, വീഡിയോസ് എത്ര അവറിലാണ് ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്, എത്ര മണിക്കൂറാണ് നിങ്ങൾ ഒരു സബ്ജക്റ്റിന് വേണ്ടി കൊടുക്കേണ്ടത്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുകയാണ്. സോ ആദ്യം ശ്രദ്ധിക്കാം. നമുക്ക് PSC സിലബസ് പരിശോധിക്കുകയാണ് എങ്കിൽ പ്രിലിംസിന് പ്രധാനമായും 4 സെക്ഷനുകളാണ് പറയുന്നത്. ജനറൽ നോളേജ് സെക്ഷൻ, സിമ്പിൾ അർത്ഥമാറ്റിക് സെക്ഷൻ, ജനറൽ ഇംഗ്ലീഷ് സെക്ഷൻ, റീജിയണൽ ലാംഗ്വേജ് സെക്ഷൻ. സോ നമ്മൾ ഈ സെക്ഷൻ പരിശോധിച്ചാൽ നമുക്കറിയാം 50 മാർക്കിന്റെ സെഷൻ നമ്മുടെ മാത്സ്, ഇംഗ്ലീഷ്, നമ്മുടെ മലയാളമോ കന്നഡയോ തമിഴ് പഠിച്ചാൽ 50 മാർക്കും, 50 മാർക്ക് എന്തിനുമാണ്, ജനറൽ നോളേജിനുമാണ്. സോ 2 സെക്ഷൻ പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാം. 50 മാർക്ക് നമ്മുടെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കന്നഡ, തമിഴ്. സോ 2 കാറ്റഗറിയായി ഞാൻ പിരിക്കുകയാണ് എങ്കിൽ നമുക്ക് 2 ആയിട്ട് പറയാം. നമ്മൾ 2 സെക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറയാം. 50 മാർക്കിന്റെ ഒരു സെക്ഷൻ, 50 മാർക്കിന്റെ മറ്റൊരു സെക്ഷൻ. ആദ്യത്തെ 50 മാർക്കിൽ നമ്മൾ മാത്സ് കൈകാര്യം ചെയ്യണം, രണ്ടാമത് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യണം, മൂന്നാമത് നമ്മുടെ മാതൃഭാഷ മലയാളം ഉള്ളവർക്ക് മലയാളം, തമിഴ്, കന്നഡ, ഈ 3 കാര്യങ്ങളാണ് നമുക്കുള്ളത്. രണ്ടാമത് കംപ്ലീറ്റ് ആയി ജനറൽ നോളേജ് ആണ് നമ്മുടെ കീ. 50 മാർക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാം. ഈ 50 മാർക്ക് നിസ്സാര കാര്യമല്ല, വാസ്റ്റ് ആയിട്ടൊരു ഏരിയ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. സോ ഈ പറയുന്ന വാസ്റ്റ് ഏരിയയിൽ നിന്നാണ് ഈ 50 മാർക്ക് കൈകാര്യം ചെയ്യേണ്ടത്. സോ ഞാൻ ഉദ്ദേശിക്കാൻ പോകുന്നത്, നമുക്ക് ഒരു മാറ്റവും ഇല്ലാത്ത എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റിയ 50 മാർക്ക് ഈ 3 കാര്യങ്ങളിൽ നിന്നാണ്. സിമ്പിൾ അർത്ഥമാറ്റിക്, മെന്റൽ എബിലിറ്റി, റീസൺ, ജനറൽ ഇംഗ്ലീഷ്, റീജിയണൽ ലാംഗ്വേജ്. ഈ പറയുന്ന 4 കാറ്റഗറിയിൽ 2 സെക്ഷനുകൾ മാത്സും ഇംഗ്ലീഷും നമുക്ക് മാത്സും ഇംഗ്ലീഷും പറയുകയാണ് എന്നെങ്കിൽ 40 മാർക്കിന്റെ സെക്ഷൻ അതിൽ നിന്ന് കിട്ടും. ഈ 40 മാർക്ക് എങ്ങനെ കിട്ടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ വിഷയത്തിനും എത്ര മണിക്കൂർ മിനിമം നമ്മൾ സ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ 25 മണിക്കൂറെങ്കിലും നമ്മൾ ഓരോ വിഷയത്തിനും സ്പെൻഡ് ചെയ്യണം. കാരണം ഒരു കണക്ക് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതൊരു ചോദ്യവും കൃത്യമായി ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇംഗ്ലീഷും ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഗ്രാമർ പോലും വരുന്ന ഏതൊരു ക്വസ്റ്റ്യനും നമുക്ക് കൃത്യമായി സോൾവ് ചെയ്യാൻ സാധിക്കുകയാണ്. അപ്പൊ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന 2 കാര്യമാണ് മാത്സ്, ഇംഗ്ലീഷും. പക്ഷേ എന്താണ് കുട്ടികൾക്ക് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് 10ാം ക്ലാസ് പഠിച്ചപ്പോൾ മാത്സ് ഭയങ്കര പാടായിരുന്നു സാർ, അല്ലെങ്കിൽ +1 പഠിച്ചിരുന്ന സമയത്ത് മാത്സ് പാടായിരുന്നു, അങ്ങനെ പറഞ്ഞ് പലപ്പോഴും കുട്ടികൾ ഈ ഈസി ആയിട്ടുള്ള 40 മാർക്കിലാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്.
സോ ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആദ്യം കുട്ടികൾ ബാക്കിയുള്ള ജനറൽ നോളജ് ആവട്ടെ, നിങ്ങളുടെ ഓർമ്മശക്തിയുടെ പരിശോധന മാത്രമാണത്. നിങ്ങളൊന്ന് ഒരു 10 കാര്യം പഠിക്കുക, ഡെയിലി 10 കാര്യം പഠിച്ചാൽ മതി. അടുത്ത ഒരു കൊല്ലം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രമാത്രം കാര്യങ്ങൾ 3650 വസ്തുതകൾ മനസ്സിലാവും. അത് ധാരാളം തന്നെയാണ്. പക്ഷേ ഈ മാത്സും ഇംഗ്ലീഷും പറയുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായി ആ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് 40 മാർക്കിൽ 36 മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ നോളജ് നിങ്ങൾക്ക് എന്തായാലും ഒരു 40 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അത് കൺസെപ്റ്റുകൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. കൺസെപ്റ്റ് എന്ന് പറയാനില്ല, നിങ്ങളുടെ ഓർമ്മശക്തി നിങ്ങൾ ദൃഢമാക്കി എടുത്താൽ മാത്രം മതി ജനറൽ നോളജ് പോലുള്ള എക്സാമുകൾക്ക് മാർക്ക് കിട്ടാൻ. സോ അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം, ആദ്യം മാത്സിലെയും ഇംഗ്ലീഷിലെയും 50 മാർക്കിൽ എനിക്ക് പണ്ട് പറയുകയാണെങ്കിൽ A+ കിട്ടുന്ന സാഹചര്യം ഉണ്ടാവണം. 50ൽ ഒരു 45 മാർക്ക് നിങ്ങൾക്ക് കിട്ടണം. ആ 50ൽ 45 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഹിസ്റ്ററി നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 30-40 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഉറപ്പായും നിങ്ങൾക്ക് പ്രിലിമിനറി പാസ്സാകാം. സോ എന്റെ വീഡിയോ സെഷനുകളിൽ സിമ്പിൾ അർത്ഥമാറ്റിക്, അപ്പൊ ആദ്യം 2 സെക്ഷൻ ആയിട്ടാണ് ഞാൻ വീഡിയോസ് ഇടാൻ പോകുന്നത്. ഒരു സൈഡിൽ നിന്ന് GK സെഷൻ നടക്കും, ഒരു സൈഡിൽ നമ്മുടെ ഇംഗ്ലീഷും മാത്സും നടന്നുകൊണ്ടിരിക്കും. ഇംഗ്ലീഷും മാത്സും ഒരു സൈഡിൽ നടക്കും, GK മറുവശത്ത് നടക്കും. ഇംഗ്ലീഷും മാത്സും എടുക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തം 40 മാർക്കാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇംഗ്ലീഷും മാത്സും നമ്മൾ ഒരു ദിവസം, ഒരാഴ്ചയിൽ 7 ദിവസം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് 5 അല്ലെങ്കിൽ 6 വീഡിയോസ് എക്സ്പെക്ട് ചെയ്യാം. ആഴ്ചയിൽ 6 വീഡിയോസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. 6 വീഡിയോസിൽ 3 വീഡിയോസ് ഇംഗ്ലീഷ് ആൻഡ് മാത്സും 3 വീഡിയോസ് GKയുമായിരിക്കും. സോ ഇതൊരു നമ്മള് ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായി നമ്മൾ കഠിനാധ്വാനം ചെയ്യേണ്ട ആവശ്യമാണ്. ഡെയിലി 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നമ്മുടെ ചാനലുമായി സ്പെൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് ഉറപ്പിച്ച് പറയാം, അടുത്ത PSC പ്രിലിംസ് നിങ്ങൾ ഉറപ്പായും പാസ്സായിട്ടുണ്ടാവും. ചെയ്യേണ്ട കാര്യം, എല്ലാ വീഡിയോസും കൃത്യമായി ഫോളോ ചെയ്യുക, കൃത്യമായി വീഡിയോസ് കാണുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സ് ആയി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ ഞാനൊന്ന് ഈ ജനറൽ നോളജിൽ എന്തൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഹിസ്റ്ററി 10 മാർക്കിനാണ്. അതില് വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഓരോ സെക്ഷനും നമുക്കൊരു 8 മണിക്കൂറിൽ തീരുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരു 25 മണിക്കൂറെങ്കിലും നമുക്ക്, കാരണം 10 മാർക്കിന്റെ കാര്യമാണ്. കുറച്ചധികം സമയമെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഹിസ്റ്ററിയിൽ മിനിമം ഒരു 1500 ക്വസ്റ്റ്യൻസ് എങ്കിലും കൈകാര്യം ചെയ്താൽ അതിനുള്ള ക്വസ്റ്റ്യൻ ഉറപ്പാണ്. 1005 നമ്പർ ഉണ്ട്, പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് പഠിച്ചു പോകും. ഒരു കഥ പറയുന്ന പോലെ, ഒരു കഥ കേട്ടുന്നല്ലേ. ബാഹുബലി സിനിമയിലെ ഓരോ നടനെയും വില്ലനെയും എല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ഒരു കഥ പോലെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ആരും തന്നെ മറക്കില്ല. ഹിസ്റ്ററി ഞാൻ പറയുന്നത് സ്റ്റോറി ക്ലാസ് എന്നായിരിക്കും ഹിസ്റ്ററി പറയുക. സോ സ്റ്റോറി ക്ലാസ് അത് 10 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായും സ്കോർ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ജോഗ്രഫി 5 മാർക്കുണ്ട്. ജോഗ്രഫി നമ്മൾ എന്താ പറയാ, നമ്മുടെ ചുറ്റുപാട്, കേരളത്തിന്റെ ചുറ്റുപാട് പരിശോധിക്കാൻ പോവുകയാണ് ജോഗ്രഫിയിലൂടെ. നമ്മുടെ സാമ്പത്തികം എങ്ങനെയാണ്, സിവിക്സ് എങ്ങനെയാണ്, നമ്മുടെ പൗരത്വ ബോധം ഉണ്ടാക്കാനുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ മനസ്സിലാക്കാം, നമ്മുടെ കലാപരമായും നമ്മുടെ സാഹിത്യപരമായും നമ്മുടെ സ്പോർട്സ് പരമായുള്ള കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം. കമ്പ്യൂട്ടേഴ്സ് എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, അതും നമുക്ക് പറയാം. സയൻസ് ആൻഡ് ടെക്നോളജി ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പോ ഓരോ സെക്ഷനിലും വിവിധ തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിക്കുക, 50 മാർക്ക് ജനറൽ നോളജ് ഉണ്ട് എങ്കിൽ 45 മാർക്കിന് മുകളിൽ നിങ്ങളെ എത്തിക്കുക. പറയുകയാണെങ്കിൽ പണ്ട് 10 പഠിക്കുന്ന സമയത്ത് പറയും A+ കിട്ടിയോ. ഇനിയാണ് നിങ്ങൾ A+ മേടിക്കേണ്ടത്. 10ൽ A+ മേടിച്ചാൽ അടുത്തുള്ള ആളുകളെ കാണിച്ച് 2 പേരെ പറയാനല്ലാതെ വേറെ ഒരു ഗുണവുമില്ല, ആർക്കും വരുമാനം ഒന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ഇപ്പോ നിങ്ങൾ ഈ പറയുന്ന ഇംഗ്ലീഷ് മാത്സ് സെക്ഷനിലും GK സെക്ഷനിലും A+ മേടിക്കുകയാണ് എങ്കിൽ കുട്ടികളെ നിങ്ങൾക്ക് ഉറപ്പിക്കാം, നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. കുട്ടികളെ നിങ്ങൾക്ക് ഉറപ്പിക്കാം, ജോലി ഉറപ്പാണ്. നമ്മുടെ ലക്ഷ്യം GKയിൽ A+, നമ്മുടെ ലക്ഷ്യം ഇംഗ്ലീഷ് മാത്സ് നമ്മുടെ ലോക്കൽ ലാംഗ്വേജിൽ, നമ്മുടെ റീജിയണൽ ലാംഗ്വേജിൽ A+. ഈ രണ്ടും A+ ആണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജനറൽ നോളേജ് 3 ദിവസം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇംഗ്ലീഷും മാത്സും 3 ദിവസം എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഈ ഓരോ സെക്ഷനിലും എന്താണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യം കുറച്ചുകൂടി ആധികാരികമായി ഡീറ്റെയിൽ ആയി നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. കഴിഞ്ഞ കുറച്ച് ക്ലാസ് എനിക്കൊരു ഇടവേള എടുക്കേണ്ടി വന്നു, കാരണം എനിക്ക് ഒരു കോളേജിൽ അഡ്മിഷനായി ഞാനിപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ആ വർക്കുകൾക്കിടയിലും എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എനിക്ക് അറിയാവുന്ന നോളേജ് മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും PSC എന്ന് പറയുന്ന ഒട്ടേറെ കുട്ടികൾക്ക് ഈ പറയുന്ന കോച്ചിങ് സെന്ററുകളിൽ ചേരാൻ സാധിക്കാതെയും അവർ പറയുന്ന തുക അടയ്ക്കാൻ വരെ ബുദ്ധിമുട്ടുന്ന ദൂരക്കണക്കിന് ആളുകളുണ്ട്. അവർക്ക് എല്ലാവർക്കും തന്നെ യൂട്യൂബ് എന്ന മാധ്യമത്തിലൂടെ പഠിക്കാനുള്ള ഒരു വഴി വേണം എന്നുള്ളൊരു ആശയം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന ചാനൽ തുടങ്ങുന്നത്.
പറയുന്നത്. ഇപ്പോൾ 2 സെക്ഷനുകളായി പഠിക്കാം. GK ഒരു സെക്ഷൻ, ഇംഗ്ലീഷ്, മാത്സ്, ലോക്കൽ ലാംഗ്വേജ് ഓർ സബ്ജക്ട്സ് എന്ന് പറയുന്ന സെക്ഷൻ പഠിക്കാം. അപ്പോൾ ഈ 2 സെക്ഷനിലും A+ ആകണം നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നിന്ന് ഞാൻ വീഡിയോ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു വശത്ത് നിന്ന് നമ്മുടെ 2 സെഷൻസ് എന്ന് പറയാം. ഒന്ന് GK മീൻസ് അവർ സ്റ്റോറി സെഷൻ. GK എന്ന് പറഞ്ഞാൽ കഥാ സെഷൻ ആയിട്ടും മറ്റൊന്ന് സബ്ജക്ട് സെഷൻ ആയിട്ട്. സോ 2 സെഷനായിട്ടാണ് കാര്യം പറയുന്നത്. അപ്പോ എന്റെ ചാനൽ കാണുന്നവർക്ക് മനസ്സിലാകാം നമുക്ക് 2 സെഷൻസ് ആ ഉള്ളത്. ഒന്ന് സ്റ്റോറി സെഷൻ, മറ്റൊന്ന് സബ്ജക്ട് സെഷൻ. സോ സ്റ്റോറി സെഷൻ നിങ്ങൾക്ക് A+ വേണം, സബ്ജക്ട് സെഷൻ നിങ്ങൾക്ക് A+ വേണം. ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ ഉദ്ദേശം. ഈ പറയുന്ന സെഷൻസ് ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കൃത്യമായി റാങ്ക് ഉറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് എന്റെയും ലക്ഷ്യം. താങ്ക് യു വെരി മച്ച്.